കഥ കേൾക്കാം. ചാറ്റൽ. നേരം വെളുത്തു. സൂര്യൻ നേരത്തെ ഉദിച്ചതാണോ അതോ ഞാൻ എണീക്കാൻ നേരം വൈകിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നേരം വെളുത്തു. ഇനി പണികളെല്ലാം ചെയ്യാം. ചെയ്യാം? അതെ, ചെയ്യാം. എന്തിനാ ചെയ്യാതിരിക്കുന്നത്? എന്തായാലും ഈ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. എന്നാ പിന്നെ നേരത്തെ തന്നെ ചെയ്യാം. എൻ്റെ നേരത്തെ നിങ്ങളുടെ നേരത്തെയാണോ എന്നെനിക്കറിയില്ല. എൻ്റെ നേരത്തെ എൻ്റെ നേരത്തെയാണ്. നേരത്തെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ എണീക്കുന്നത് 3:45 AM ആണ്. ഇന്ന് 4 മണിക്ക് എണീറ്റു. സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. ജനലിലൂടെ വെളിച്ചം വരുന്നുമുണ്ട്. വെള്ളം തിളപ്പിക്കണം, കാപ്പി വെക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. 2 മണിക്കൂർ കൊണ്ട് പണിയെല്ലാം തീർക്കണം. എന്നിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. എങ്ങനെ ഇന്നത്തെ ദിവസം പോകണം. അല്ല, നന്നായി ഉപയോഗിക്കണം. സ്പീച്ച് കേട്ട് 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 ഞാനൊരു മോട്ടിവേഷൻ പ്രതിബിംബം ആയി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ കൂടുതൽ ഇൻസ്പയർഡായി എന്നും പറയാം. പറയുന്നതെല്ലാം ചെയ്യണം. 1 മിനിറ്റ് പോലും വെറുതെ കളയരുത്. 24 മണിക്കൂറല്ലേ ഉള്ളൂ. 24 മണിക്കൂറും ഉപയോഗിക്കണം. ഉറങ്ങണം ശരിയായ സമയത്ത്. ഉറക്കം എഴുന്നേൽക്കണം. കാര്യങ്ങൾ ചെയ്യണം. മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉറക്കം മര്യാദയ്ക്ക് ലഭിക്കാതെയായിട്ട് വർഷങ്ങളായി. ഉറക്കത്തെക്കുറിച്ച് ഇനി തല പുകഞ്ഞ് ചിന്തിക്കുന്നില്ല. മനുഷ്യനിർമ്മിത ബുദ്ധി ഉപയോഗിക്കാം. ഏതെങ്കിലും ചാറ്റ് ബോട്ട് എന്നെ സഹായിക്കും. ബോട്ടാണല്ലോ. മൊത്തം ബോട്ടിൽ കയറി ജീവിതത്തിൻ്റെ താളമൊന്ന് ശരിയാക്കാൻ ഞാനും തീരുമാനിച്ചു. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ അടിച്ചു കൊടുത്തു. വീട്ടിലെ പണികൾ, ഓഫീസിലെ പണികൾ, ഡയറ്റ്, ഇങ്ങനെ പലതും. ഒരു ചാറ്റൽ മഴ. ബോട്ട് കൺഫ്യൂഷൻ. ബോട്ട് സമയക്രമം ആക്കി തന്നു. ഇത്, അത്, പിന്നെ ഇത്, പിന്നെ അത്. എന്തെങ്കിലും ആകട്ടെ. എനിക്ക് ഒരു ഹോബി പറഞ്ഞു തരാമോ? സത്യത്തിൽ മനം മടുത്താണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്നാലും ബോട്ട് ഒരുപാട് ഹോബികൾ നിരത്തി. നിങ്ങൾക്ക് പറ്റിയ ഹോബികൾ ഇതാ വരുന്നു ലിസ്റ്റ്. വേറെ എന്തെങ്കിലും? നിങ്ങൾക്ക് വയസ്സ് 50. ഈ ഹോബികളാണ് നല്ലത്. ഞാൻ ബോട്ടിനോട് ചോദിച്ചു. എൻ്റെ വയസ്സ് എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ തന്ന ഡാറ്റ ഇല്ലേ, അതിൽ നിന്നും. ആഹാ, ബോട്ട് കൊള്ളാമല്ലോ. ഡാറ്റ ഓർമ്മിക്കുന്നു. ഞാൻ ചാറ്റൽ നിർത്തിപ്പോക. മതി. കഥ ഇഷ്ടമായ കൂട്ടുകാരെ? ഇത്തരം രസകരമായ കഥകൾ ഇഷ്ടമാണെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടൂ. ഇത്തരം കഥകൾ ഇനിയും എഴുതണേ ജിത എന്ന്. താങ്ക് യു.